ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നടന്ന സ്റ്റോർ കീപ്പർ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് എങ്ങനെ വരും, പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു, ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്ന് അഭിപ്രായങ്ങൾ എങ്ങനെയാണ് വന്നത് എന്നൊക്കെ പല ഉദ്യോഗാർത്ഥികളും വിളിച്ചു ചോദിക്കുകയുണ്ടായി. ഈ സ്റ്റോർ കീപ്പർ പരീക്ഷയുടെ മെയിൻ പരീക്ഷ രണ്ട് കാറ്റഗറിയിലായിട്ടാണ് പ്രധാനമായിട്ടും നടന്നത്. ഒന്ന് 134/2023, ഒന്ന് 259/2023 എന്നിങ്ങനെ രണ്ട് കാറ്റഗറിയിലായിട്ടാണ് സ്റ്റോർ കീപ്പർ പരീക്ഷയുടെ മെയിൻ പരീക്ഷ നടന്നത്. ഒന്ന് കേരള സ്റ്റേറ്റ് പോൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡും ഒന്ന് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡുമാണ്. രണ്ട് ഡിപ്പാർട്ട്മെന്റുകളിലേക്കായിട്ടാണ് സ്റ്റോർ കീപ്പർ പരീക്ഷ നടന്നത്. രണ്ട് കാറ്റഗറിയിലായിട്ടാണ്. അപ്പോൾ രണ്ട് കാറ്റഗറിയിലും ഏകദേശം 134/2023 23,224 പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്തത്. എന്നാൽ 259/2023 23,812 പേര് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു പരീക്ഷയാണ്. അതിനുവേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ കുറച്ച് നാൾ മുമ്പ് തന്നെ അവർ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. പല പൊതുവെ പരീക്ഷ എഴുതുന്ന PSC പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ പ്രയാസമുള്ള ഒരു പരീക്ഷ ആയിരുന്നില്ല. എങ്കിൽ പോലും തയ്യാറെടുപ്പുകൾക്ക് വളരെയധികം പ്രയാസം ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ സാധാരണ കോമൺ ആയിട്ട് വരുന്ന സിലബസ് ആണ് ഈ പരീക്ഷയ്ക്കും ഉണ്ടായിരുന്നത്. GK യുടെ ഭാഗത്തു നിന്ന് 50 മാർക്കും, ആനുകാലിക വിഷയങ്ങൾ 20 മാർക്കും, കണക്ക് 10 മാർക്ക്, ഇംഗ്ലീഷ് 10 മാർക്ക്, മലയാളം 10 മാർക്ക്, ഈ രീതിയിലായിരുന്നു ഇതിന്റെ സിലബസും അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും ഒക്കെ തന്നെ വന്നത്. അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ പോർഷൻസ് കവർ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു സിലബസ് ആണ് PSC ഇതിൽ സ്റ്റോർ കീപ്പർ പരീക്ഷയ്ക്കും കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സാധാരണ PSC പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമില്ലാത്ത രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ പോർഷൻസ് കവർ ചെയ്യാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ നല്ല എളുപ്പമായിരിക്കും എന്നുള്ള രീതിയിലാണ് പരീക്ഷയെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്യോഗാർത്ഥികൾ പോയത്. എന്നാൽ ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷ അത്രയധികം നല്ല രീതിയിൽ പ്രവർത്തിച്ചില്ല എന്നുള്ളതാണ് പൊതുവെ അറിയാൻ കഴിയുന്നത്. എന്നാൽ നല്ല എളുപ്പമായിരിക്കുമെന്ന് വിചാരിച്ചു എങ്കിൽ പോലും അത്ര എളുപ്പമായിരുന്നില്ല. എങ്കിൽ പോലും കുറെ കൂടി പരീക്ഷയുടെ നിലവാരം കുറച്ചുകൂടി ഉയർന്നതായിരുന്നു എന്നുള്ളതാണ്. അതായത് ക്വസ്റ്റ്യന്റെ നിലവാരം, ചോദ്യങ്ങളുടെ നിലവാരം മറ്റു പരീക്ഷകളെ അപേക്ഷിച്ച് ചോദ്യങ്ങളുടെ നിലവാരം കുറച്ചുകൂടി നിലവാരം പുലർത്തിയ ചോദ്യങ്ങളായിരുന്നു പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പൊതുവെയുള്ള അഭിപ്രായം. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ പരീക്ഷ അതിന്റെ കട്ട് ഓഫ് മാർക്ക് എത്ര പേർക്ക് മെയിൻ പരീക്ഷ ആയതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്ക് എത്ര വന്നാൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ എത്താൻ സാധിക്കും, അല്ലെങ്കിൽ ജോലി കിട്ടാൻ സാധിക്കും എന്നതിനെ കുറിച്ചൊക്കെ പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്നുണ്ടായിരുന്നു. ഈ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം 134/2023 ഈ പരീക്ഷയ്ക്ക് 23,324 പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തത്. എങ്കിൽ പോലും 65% ഉദ്യോഗാർത്ഥികൾ മാത്രമാണ് പരീക്ഷയ്ക്ക് ഹാജരായിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ 259/2023 അതിൽ 23,812 പേര് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്തെങ്കിലും 67-68% ഉദ്യോഗാർത്ഥികൾ മാത്രമാണ് പരീക്ഷയ്ക്ക് ഹാജരായിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. പൊതുവെ പരീക്ഷയുടെ കൃത്യമായിട്ടുള്ള എത്ര പേരാണ് ഹാജരായിട്ടുള്ളത് എന്നതിനെ കുറിച്ചുള്ള കറക്റ്റായിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഏകദേശ ഒരു ധാരണയിലാണ് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ അഭിപ്രായം രേഖപ്പെടുത്തിയത്. അപ്പോൾ പൊതുവെ പരീക്ഷയെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ തന്നെ ഉദ്യോഗാർത്ഥികൾ രേഖപ്പെടുത്തിയെങ്കിൽ പോലും പരീക്ഷയുടെ ചോദ്യങ്ങളൊക്കെ തന്നെ നല്ല നിലവാരം പുലർത്തി എന്ന് പറയുമ്പോൾ കട്ട് ഓഫ് മാർക്ക് എങ്ങനെയാണെങ്കിൽ പോലും 60-ന് മുകളിൽ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് പൊതുവെ ഉദ്യോഗാർത്ഥികളുടെ ഒരു അഭിപ്രായം. 60-65 ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് പൊതുവെ ഉദ്യോഗാർത്ഥികൾ അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഷോർട്ട് ലിസ്റ്റിനെ സംബന്ധിച്ച് പല ഉദ്യോഗാർത്ഥികളും എന്നോട് ചോദിച്ചു ഷോർട്ട് ലിസ്റ്റ് എന്നത്തേക്ക് വരുമെന്നുള്ളത്. പരീക്ഷാ നടപടികളൊക്കെ തന്നെ വളരെ എളുപ്പത്തിൽ പൂർത്തിയാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ നടപടികളൊക്കെ തന്നെ ഉടൻ തന്നെ ആരംഭിക്കുകയും ഷോർട്ട് ലിസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ ഒരു 120-130 ദിവസത്തിനുള്ളിൽ തന്നെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ വേണ്ട നടപടികളൊക്കെ തന്നെ PSCയുടെ ഭാഗത്ത് ഉണ്ടാകും എന്നുള്ളതാണ് പൊതുവെ ഇതിൽ നിലവിൽ വന്നിട്ടുള്ള ലിസ്റ്റുകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ കഴിയുന്നത്. അപ്പോൾ പല ഉദ്യോഗാർത്ഥികളും ചോദിച്ചു ഷോർട്ട് ലിസ്റ്റ് വരാൻ വേണ്ടിയിട്ട്
നമുക്ക് ഷോർട്ട് ലിസ്റ്റ് വന്നാൽ എത്ര ദിവസത്തിനകം നിയമനങ്ങൾ കാര്യങ്ങളൊക്കെ തന്നെ എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുകയുണ്ടായി. അപ്പോൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഓരോ തസ്തികകളിലേക്ക് പരീക്ഷ നടത്തുമ്പോൾ പരീക്ഷയുടെ ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് വന്നാൽ പോലും മുൻ റൊട്ടേഷൻ പ്രകാരം എവിടെയാണോ നിർത്തിയത് അതിന് തുടർച്ചയെന്നോണം രീതിയിലായിരിക്കും റൊട്ടേഷനിലൊക്കെ തന്നെ നിയമനങ്ങളൊക്കെ തന്നെ നടക്കുകയുണ്ടാവുക. അതനുസരിച്ചാണ് ബാക്കിയുള്ള അഡ്വൈസും കാര്യങ്ങളൊക്കെ തന്നെ പോവുക എന്നുള്ള കാര്യം എല്ലാവരും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ സ്റ്റോർ കീപ്പർ മെയിൻ പരീക്ഷയ്ക്ക് എല്ലാവർക്കും റാങ്ക് ലിസ്റ്റിൽ എത്താനും എല്ലാവർക്കും ജോലി ലഭിക്കാനും ലിസ്റ്റിലുള്ള മുഴുവൻ ആൾക്കാർക്കും ജോലി ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം.